വീണ്ടും ഗവർണർ സർക്കാർ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോവുകയാണ്. ഈ ഗവർണർ സർക്കാരിൻ്റെ ഇഷ്യൂ എന്നുള്ളതിനല്ല, സർക്കാരിൻ്റെ തോന്നിവാസങ്ങൾക്ക് പലതിനും ഗവർണർക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു വ്യക്തി പ്രശ്നമായിട്ടായിരുന്നു ഇവർ CPM അല്ലെങ്കിൽ LDF ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടാണ് പ്രശ്നം, വേറൊരു നല്ല ഗവർണർ വന്നു കഴിഞ്ഞാൽ ശരിയാവുമെന്ന്. ഇവർ നല്ലത് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ നിലപാടുകൾക്ക് ഒത്ത് താളം തുള്ളുന്ന ആളായിരിക്കണം എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ നിയമനങ്ങൾ, ഈ പറയുന്ന പണം വാങ്ങിയുള്ള നിയമനങ്ങൾ, എന്ത് നിലയ്ക്കും സർവകലാശാല അതിൻ്റെ സ്വഭാവത്തെ, അക്കാഡമിക് സ്വഭാവത്തെ പോലും അട്ടിമറിക്കുന്ന ഇടതുപക്ഷ സമീപനം, ഇതിനൊക്കെ എതിരായിട്ട് കൃത്യമായ നിലപാട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ആർലേക്കർ. എന്താണ് അതിൽ വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ സർവകലാശാല നിയമനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് VC നിയമനത്തെ സംബന്ധിച്ച് UGCയുടെ ഗൈഡ് ലൈൻ ഉണ്ട്. UGC ഗൈഡ് ലൈൻ മറികടന്നുകൊണ്ട് ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. എങ്ങനെയാണ് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി UGC ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈനിൽ സർക്കാർ പ്രതിനിധി ഉണ്ടാവണം, ഗവർണറുടെ പ്രതിനിധി ഉണ്ടാവണം, പൊതുവായിട്ട് നിശ്ചയിക്കുന്ന പ്രതിനിധി ഉണ്ടാവണം, UGCയുടെ പ്രതിനിധി ഉണ്ടാവണം. ആ ഒരു സമിതിയാണ് VC നിയമനത്തിനുള്ള അതിൽ എഫക്റ്റീവായി ആരാണോ VC ആകാൻ യോഗ്യരായിട്ടുള്ളവർ അവരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ആ ഷോർട്ട് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഗവർണറാണ് നിയമനം നടത്തേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ UDF ഭരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ അത് അവരുടെ ഘടകകക്ഷികൾക്ക് വീതം വെച്ചെടുക്കുകയാണ് ചെയ്യുക. കേരള കോൺഗ്രസിനൊരു VC, മുസ്ലിം ലീഗിനൊരു VC, കോൺഗ്രസിന് 2 VC, അങ്ങനെ വീതം വെച്ചെടുത്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഈ VC നിയമനം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിക്കുകയും കോൺഗ്രസിൻ്റെ കേന്ദ്രഭരണം ഉണ്ടാവുകയും കോൺഗ്രസ്സുകാരുടെ തന്നെ ഗവർണർ ഉണ്ടാവുകയും മുഖ്യമന്ത്രി ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം ഈസിയാണ്. കാരണം എല്ലാ ഗൈഡ് ലൈനും അട്ടിമറിച്ചുകൊണ്ട് ഏതൊരാളെ വേണമെങ്കിലും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പ്രതിനിധികളെ വെച്ചുകൊണ്ട് തീരുമാനമെടുപ്പിച്ച് യോഗ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പോൾ കേരളത്തിൽ യോഗ്യതയില്ലാത്ത എത്രയോ VCമാരുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കോടതി കയറി അവരെല്ലാം VC സ്ഥാനത്ത് നിന്ന് നിഷ്കാസരായപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും VCമാരെ നിയമിക്കുമ്പോൾ അതിൻ്റെ ഗൈഡ് ലൈൻ സ്ട്രിക്റ്റായി പാലിക്കപ്പെടണം എന്നുള്ള ഒരു രീതി എടുത്താൽ അതിൽ ഭരണത്തിൽ ആരിയിരിക്കുന്നു എന്നുള്ളതല്ല, ഇതിൽ യോഗ്യതയാണ് പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരേണ്ടത്. LDF ഇരിക്കുമ്പോൾ UDFിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി അവരുടെ പാർട്ടി കേഡറിൽ ആരാണോ VC ആകാൻ ഞങ്ങൾ നിശ്ചയിക്കുന്നത് ആ ആൾ VC ആകണം. അതിന് അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ആളുകളെയും നിശ്ചയിച്ചുകൊണ്ട് ഇന്നയാളെ VC ആക്കണം എന്നവർ തീരുമാനിക്കുന്നു. അപ്പോൾ സർക്കാർ ഒരു തീരുമാനമെടുത്ത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഒരു തീരുമാനമെടുത്ത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് ഇന്നയാളെ VC ആക്കണം എന്ന് പറഞ്ഞാൽ ആ ആളെ VC ആക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് വന്നു, എല്ലാ സംസ്ഥാനങ്ങളിലും UGC ഗൈഡ് ലൈൻ അനുസരിച്ച് VCമാരെ നിശ്ചയിക്കണമെന്നുള്ള സാഹചര്യം കുറച്ചുകൂടി സ്ട്രിക്റ്റായി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടു. അത് യൂണിവേഴ്സിറ്റികളുടെ അവരുടെ ഒരു ശക്തി കൂട്ടുന്നതിനും ഒപ്പം തന്നെ സുതാര്യമാക്കുന്നതിനും അതോടൊപ്പം അത് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിൽ നടത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് VC നിയമനം കുറച്ചുകൂടി സുതാര്യമായി നടത്തപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വന്നപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് VCമാരുടെ നിയമനത്തിൽ അവർ കാലാകാലങ്ങളായി സ്വീകരിക്കുന്ന ഒരു നയമുണ്ട്, പാർട്ടിയുടെ ആൾ VC ആകണം എന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ അവർ ആ തരത്തിൽ ഒരു അജണ്ടയുമായി ഗവർണറെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ നേരത്തെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉണ്ടായ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ UGC ഗൈഡ് ലൈൻ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അവരുടെ ചില നേതാക്കന്മാരുടെ ഭാര്യമാരെ, സഹോദരിമാരെ, അതല്ലെങ്കിൽ അനുഭാവികളെ, അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ ഒക്കെ ഒരു നിയമന രീതിയിലേക്ക് കൊണ്ടുവന്ന് അവരെല്ലാം യോഗ്യരാണ് എന്ന് പറഞ്ഞ് നിയമിക്കുന്ന ഒരു രീതി അവലംബിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെ ശക്തമായി എതിർത്തു. VC ആയിരിക്കുന്ന ആളുകളാണെങ്കിലും അത് ചാൻസലർ എന്നുള്ള പദവി ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും അദ്ദേഹത്തിന് എവിടെയാണോ ആ ബന്ധു നിയമനത്തെ എതിർക്കാൻ കഴിയുന്നത് അതിനെ അദ്ദേഹം എതിർത്തു. അതിനെ എതിർത്തപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് അതിൽ അതൃപ്തി ഉണ്ടായി. അങ്ങനെ ഗവർണർ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഗവർണർക്ക് തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഗവർണർ എന്നുള്ള അധികാരത്തിലോ പദവിയിലോ ഇരുന്നു കൊണ്ടല്ല, ചാൻസലർ എന്നുള്ള യൂണിവേഴ്സിറ്റികളുടെ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചാൻസലർ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ആ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഒരു നിയമം നിലനിൽക്കുകയും ആ നിയമം UGC ഗൈഡ് ലൈൻസിൻ്റെ അനുസരിച്ച് പോവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ VC നിയമനം എന്നുള്ളത് അതിൻ്റെ ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രം നടക്കേണ്ട ഒരു കാര്യമാണ്.
പക്ഷെ സർക്കാർ ഇടപെട്ടുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടയാളെ നിയമിക്കണം, തങ്ങൾ നിശ്ചയിക്കുന്ന ആൾ VC ആയി വരണം എന്ന് തീരുമാനിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഗവർണർ എതിർത്തു. അപ്പോൾ അവർ ഗവർണർക്കെതിരായി. അപ്പോൾ അവർ പറയുന്നത്, സർക്കാർ പറയുന്നത്, ഗവർണർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആജ്ഞകൾ നടപ്പാക്കുന്നു എന്നല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും സ്വാഭാവികമായും നിയമത്തെ മറികടന്നുകൊണ്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഗവർണർ പറഞ്ഞത്, നിങ്ങൾ സർവകലാശാല VCമാരെ നിയമിക്കാനുള്ള ബോഡിയിലേക്ക്, സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ ആളുകളെ തരണം, സർക്കാർ ആളുകളെ തരണം, സർവകലാശാലകൾ ആളെ കൊടുക്കണം. ഇത് രണ്ടും അവർ തയ്യാറായില്ല. സർക്കാർ പ്രതിനിധി നിശ്ചയിച്ചില്ല. സർവകലാശാലയുടെ VCമാരെ നിയമിക്കുന്നതിന് വേണ്ടി സർവകലാശാല പ്രതിനിധി സെനറ്റ് തീരുമാനിച്ചു കൊടുക്കേണ്ടതാണ്. അത് തീരുമാനിച്ചു കൊടുത്തില്ല. സിൻഡിക്കേറ്റ് ആണെങ്കിലും സെനറ്റ് ആണെങ്കിലും അവർ ആലോചിച്ച് തീരുമാനിച്ചു കൊടുക്കേണ്ടേ? അത് കൊടുത്തില്ല. അപ്പോൾ സ്വാഭാവികമായും കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ പ്രതിനിധികളെ കൊടുക്കാതെ വന്നപ്പോൾ നിയമനം വൈകിയപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ സർവകലാശാല ചട്ടവും നിയമവും അനുസരിച്ച് താൽക്കാലിക VCയെ നിയമിക്കാനുള്ള അവകാശം ഗവർണർക്കുണ്ട്. ഗവർണർക്ക് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതിൽ നിന്ന് ആളുകളെ നിയമിക്കാം. പക്ഷെ അത് പെർമനൻ്റായി നിയമിക്കാൻ കഴിയില്ല, ഗവർണർക്കും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ നിയമിക്കപ്പെട്ടിട്ടുള്ള VCമാരുടെ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയത്. അപ്പോൾ ഹൈക്കോടതി UGC ഗൈഡ് ലൈൻ അനുസരിച്ച് സർക്കാർ പ്രതിനിധി ഉണ്ടാവണം എന്നുള്ളതും സർവകലാശാല പ്രതിനിധി ഉണ്ടാവണം എന്നുള്ളതും സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടാകണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ്. അതില്ലാത്തപ്പോൾ സ്വാഭാവികമായി അത് റദ്ദ് ചെയ്യപ്പെടും. പക്ഷേ അതൊരു പെർമനൻ്റായി നിയമനത്തിൻ്റെ ഭാഗമോ അതല്ലെങ്കിൽ പെർമനൻ്റായി റദ്ദ് ചെയ്യപ്പെടുന്നതോ അല്ല. വീണ്ടും VCമാരെ നിയമിക്കാനുള്ള സാഹചര്യമുണ്ട്. വീണ്ടും ഗവർണർക്ക് ഇഷ്ടമുള്ള ആൾ മീൻസ് സെലക്ട് കമ്മിറ്റിയിൽ നിന്ന് വരുന്ന എഫക്റ്റീവായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ നിയമിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനുള്ള അവസരം സർക്കാർ ഒരുക്കുന്നില്ല. കഴിഞ്ഞ എത്രയോ നാളുകളായി കേരളത്തിൽ VC നിയമനം തടസ്സപ്പെടുത്തുക, അതല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടു പോവുക, അതല്ലെങ്കിൽ അതില്ലാതെയാക്കുക. VC നിയമനത്തെ എതിർത്തുകൊണ്ട് VC നിയമനത്തിന് അതിൻ്റെ പട്ടികയിലേക്ക്, സെലക്ട് കമ്മിറ്റിയിലേക്ക് ആളുകളെ നൽകാതെ, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നൽകാതെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നൽകാതെ അത് നീട്ടിക്കൊണ്ടുപോയി സർക്കാർ ശ്രമിക്കുന്നത് സർവകലാശാല ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ധരിച്ചിരിക്കുന്നത് ആ തരത്തിൽ VC ഇല്ലാതെയായാൽ സർവകലാശാലകളുടെ ഭരണം തകിടം മറിയും. അപ്പോൾ സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ അതല്ലെങ്കിൽ സർക്കാരിനോ ഇടപെടാൻ അങ്ങനെയും ഇടപെടാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റായി വന്നിട്ടുള്ള വിധി കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ശ്രീ രവീന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള VC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ്. അതിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു, VC നിയമനത്തിൽ കൃത്യമായി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പോകാൻ കഴിയൂ. അതിൽ സർക്കാരിന് ഒരു പങ്കുമില്ല. VC നിയമനത്തിൽ സർക്കാരിൻ്റെ ഒരു വകുപ്പിനോ, മുഖ്യമന്ത്രിക്കോ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ മറ്റേതെങ്കിലും ഒരു വകുപ്പിനോ ഇടപെടാനുള്ള സാഹചര്യമില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായ വിധിയിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ സ്വാഭാവികമായും ആ വിധി ഉള്ളപ്പോൾ തന്നെ ഈ ഗവൺമെൻറ് നടത്തുന്ന പ്രചരണം എന്താണ്? VC നിയമനത്തിൽ ഗവർണർ അതിര് കടക്കുന്നു. എങ്ങനെയാണ് അതിര് കടക്കുന്നത്? ഒരു ഗവർണർക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അപ്പോൾ ഒരു സെലക്ട് കമ്മിറ്റി ഉണ്ടാവണം. സെലക്ട് കമ്മിറ്റിയിലേക്ക് ആളെ കൊടുക്കുന്നില്ല. ഇനി സെലക്ട് കമ്മിറ്റി ഉണ്ടെങ്കിൽ തന്നെ അവർ തീരുമാനിക്കുന്ന ആളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഷോർട്ട് ലിസ്റ്റിൽ നിന്നാണ് VC നിയമിക്കേണ്ടത്. അത് സർക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇന്നയാളെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ റെക്കമെൻഡ് ചെയ്ത് ഉത്തരവിറക്കുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രോസസ്സ് ഡിലേ ചെയ്യിപ്പിക്കുന്നു, പ്രോസസ്സ് റദ്ദ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രോസസ്സ് റദ്ദ് ചെയ്യുന്നതോടുകൂടി സ്വാഭാവികമായും അത് ഡിലേ ആവുക മാത്രമല്ല നടക്കാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെ നടക്കാതെ വരുമ്പോൾ സർക്കാർ കാണുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സർവകലാശാലകളിൽ ഇടപെടാം, ഭരണം നടത്താം. ഒരു സർവകലാശാലയിൽ ചാൻസലറെ കടത്താത്ത രീതിയിൽ SFIയുടെ നേതൃത്വത്തിൽ ഗുണ്ടായുസവും അക്രമവും നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതല്ലേ? കോഴിക്കോട് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലെല്ലാം VC ചെല്ലുമ്പോൾ, ഗവർണർ ചെല്ലുമ്പോൾ, ചാൻസലർ ചെല്ലുമ്പോൾ ചാൻസലറെ തടയുന്നു, യുദ്ധപ്രഖ്യാപനം നടത്തുന്നു, ചാൻസലർക്കെതിരെ നിരന്തരമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു, ചാൻസലറെ വഴിയിൽ തടയുന്നു. അപ്പോൾ എത്രയോ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എത്രയോ നിരന്തരമായിട്ടുള്ള അക്രമങ്ങൾ, നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, നിരന്തരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ട് സർക്കാർ, ചാൻസലർ എന്നുള്ളതും ഗവർണർ എന്നുള്ളതും ഒരാൾ തന്നെയാണെങ്കിലും അത് രണ്ടും ചെയ്യുന്നത് ഈ സംസ്ഥാനത്തിനെതിരാണെന്ന് വരുത്താനുള്ള പ്രചരണം നടത്തുകയാണ്. ശ്രീ ആർലേക്കർ ഗവർണറായി വന്നതിന് ശേഷം അതിൽ വ്യത്യാസമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അവർ ധരിക്കുന്നത് ചട്ടങ്ങളും നിയമങ്ങളും നടപടികളും മാറ്റിവെച്ചുകൊണ്ട് തങ്ങൾ പറയുന്നത് ചെയ്യണം എന്നുള്ള LDF സർക്കാരിൻ്റെ പിടിവാശിയാണ് ഈ ചാൻസലർ നിയമത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം.